മലനിരകളാൽ ചുറ്റപ്പെട്ട കൊച്ചി എന്ന് പറഞ്ഞു. സാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം. ആളുകൾ അത് കണ്ട് ആസ്വദിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലകൾ കാണുന്നതായിട്ടുള്ള ഒരു വിഷ്വൽസ് ഉണ്ട്. അതിൻ്റെ താഴെ കുറേ പേര് എന്ത് ഭംഗിയാണ് കാണാൻ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കമൻ്റാണ്, അപ്പം മുല്ലപ്പെരിയാർ ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലേ. എല്ലാവരുടെയും ഒരു ചോദ്യം അതാണ്. എത്രത്തോളം ഭയക്കണം കൊച്ചി എന്നൊരു നഗരം മാത്രമല്ല ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് അതെപ്പോഴും ഉള്ളിലുണ്ട്. ഒരു നല്ലൊരു സീനിക് വ്യൂ വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൽ അടുത്ത ചോദ്യം മുല്ലപ്പെരിയാർ ദൂരെയല്ല. ഈ ഡാം തകർന്നാൽ അതിതീവ്രമായ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാവും ഇടുക്കി ഡാമിൽ. അത് പറയണമെങ്കിൽ ഒരു ഹൈഡ്രോളജിസ്റ്റ് വരണ്ടേ. നമ്മളെ പൊട്ടാൻ കളിപ്പിക്കാല്ലേ ഈ സർക്കാരുകൾ, നമ്മളെ പൊട്ടാൻ കളിപ്പിക്കാല്ലേ. മലയാളി ഓരോ ദിവസവും വിഡ്ഢിയാണെന്ന് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ട്. ഒരു സീസ്മോളജിസ്റ്റ് വന്ന് അനലൈസ് ചെയ്യാത്തതിന്റെ കാരണം എന്തായിരിക്കും? താല്പര്യമില്ല. കള്ളം പുറത്താവും. ഒരു ഇപ്പൊ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഇതൊന്ന് പരിശോധിക്കട്ടെ, ഞെട്ടും. ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു വ്യക്തി ഇരുന്ന് കുറേ സ്കൂളിൽ പോകാത്ത കുറേ ആൾക്കാർ യൂട്യൂബിൽ ഇരുന്ന് പറയുന്നതാണ്. ഡാമിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ്. റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞ ആളുകൾ കേട്ടിട്ട് പോലും ഇന്ത്യയിൽ. അവരൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ഇത് എത്ര നാൾ നിൽക്കും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണോ, അങ്ങനെ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിന് വെള്ളം കിട്ടണ്ടേ, അതിനെന്താണ് മാർഗം എന്ന് പറയേണ്ടത് യൂട്യൂബേഴ്സ് അല്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ ചോദിക്കാൻ വന്നത് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പല ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഇത് പെട്ടെന്ന് വേറൊരു ഇത് ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പൊളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ചിലർ പറയുന്നത് കേൾക്കാം, ഇത് ഡൈവേർട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇതിൻ്റെ പ്രൊസീജിയറാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാൻ സാധിക്കുമോ? അല്ല, അതിനെക്കുറിച്ച് ഞാനാണോ പറയേണ്ടത്? ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു വ്യക്തി ഇരുന്ന് കുറേ സ്കൂളിൽ പോകാത്ത കുറേ ആൾക്കാർ യൂട്യൂബിൽ ഇരുന്ന് പറയുന്നതാണോ സയൻസ് ആണോ? അതും പറഞ്ഞുകൊണ്ട് എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ? എന്നാൽ അവിടെ നിന്ന് അടിച്ചോടിക്കൂലേ? അതൊന്നും സാധ്യമല്ല. ഈ ഡാമിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ്. റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞ ആളുകൾ കേട്ടിട്ട് പോലുമില്ല ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞാണ് കുറേ പേരെങ്കിലും ഇപ്പോൾ കേട്ടേക്കണം റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. റിലയബിലിറ്റി സയൻസ് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എന്തും എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് അവരാണ്. എന്തും എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് അതാണ്, അവരാണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്. ഇപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വെക്കാറുണ്ട്, പേസ് മേക്കർ വെക്കാറുണ്ട്. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് അത് എത്ര നാൾ മനുഷ്യ ശരീരത്തിൽ വെച്ചയാളുടെ ശരീരത്തിൽ റിലയബിളാണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ്. അതുപോലെ തന്നെ നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നു, അത് ഇന്ത്യൻ എയർഫോഴ്സിൽ എത്ര നാൾ റിലയബിളാണ്, അല്ലെങ്കിൽ ഒരു ഷിപ്പ് എത്ര നാൾ റിലയബിളാണ് നമ്മുടെ ഗവൺമെൻറ്റിന്, അല്ലെങ്കിൽ എന്തും ഒരു വണ്ടി, ഒരു സിമൻറ്റ് സ്ട്രക്ചർ, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ, ഡാം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്. അപ്പോൾ എന്തും എത്ര നാൾ റിലയബിളാണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ്. അങ്ങനെ ലെറ്റ് ദ ഡാം ബി എക്സാമിൻഡ് റിലയബിലിറ്റി സയൻറ്റിസ്റ്റ്, അത്ര ഞാൻ കോടതി പറഞ്ഞിട്ടുള്ളൂ. അവരൊന്ന് പരിശോധിക്കട്ടെ, അവരൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ഇത് എത്ര നാൾ നിൽക്കും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണോ, അങ്ങനെ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിന് വെള്ളം കിട്ടണ്ടേ, അതിനെന്താണ് മാർഗം എന്ന് പറയേണ്ടത് യൂട്യൂബേഴ്സ് അല്ല. യൂട്യൂബിൽ വരുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ജനങ്ങളും അല്ല. മനസ്സിലായ? ഇനി ഇപ്പോൾ 10ാം ക്ലാസ്സും പാസ്സായി MA ഇതൊക്കെ ഈ ഡാം എഞ്ചിനീയറിംഗ് അറിയാത്തവരും അല്ല. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയണത് ഇവർ വിചാരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ഡാം ഒരു സീസ്മോളജിസ്റ്റ് വന്ന് ഇതുവരെ പരിശോധിച്ചിട്ടില്ല, ഒരു ഹൈഡ്രോളജിസ്റ്റ് പരിശോധിച്ചിട്ടില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഈ ഡാം തകർന്നാൽ അതിതീവ്രമായ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാവും ഇടുക്കി ഡാമിൽ. അത് പറയണമെങ്കിൽ ഒരു ഹൈഡ്രോളജിസ്റ്റ് വരണ്ടേ. നമ്മളെ പൊട്ടാൻ കളിപ്പിക്കാല്ലേ ഈ സർക്കാരുകൾ, നമ്മളെ പൊട്ടാൻ കളിപ്പിക്കാല്ലേ. മലയാളി ഓരോ ദിവസവും വിഡ്ഢിയാണെന്ന് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ ഇത്രയും പ്രഷർ ചെയ്തിട്ടും ഇങ്ങനെ ഒരു സീസ്മോളജിസ്റ്റ് വന്ന് അനലൈസ് ചെയ്യാത്തതിന്റെ കാരണം എന്തായിരിക്കും? താല്പര്യമില്ല. കള്ളം പുറത്താവും. ഒരു ഇപ്പം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഇതൊന്ന് പരിശോധിക്കട്ടെ, ഞെട്ടി ഇവിടെ ആളുകൾ മരിക്കും.
കാരണം അത്ര തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഒരു ഈ ROV സ്റ്റഡി, റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ട് ROV സ്റ്റഡി നടത്തിയത് സെൻട്രൽ അമ്മ നേരത്തെ പറഞ്ഞ പോലെ 40 കൊല്ലം മുമ്പാണ് ഒരു പരീക്ഷണം നടന്നിട്ടുള്ളൂ. അതിൽ ROV സ്റ്റഡി നടത്തി 300ഓളം വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ 10-12 വീഡിയോ മാത്രമേ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോ കാണിക്കാൻ പറ്റൂലായിരുന്നു. കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ സുപ്രീം കോടതി പറയും ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ പറയും. എംബോർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ ഇടും. അതുകൊണ്ടാണ് ആ വീഡിയോ അവർ കാണിക്കാതിരുന്നത്. സേഫായിട്ടുള്ള ഏതാനും പോയിൻറ്റ്സിലെ, അവർക്ക് സേഫാണ് തോന്നിയിട്ടുള്ള ഏതാനും പോയിൻറ്റ്സിലെ മാത്രം വീഡിയോ ആണ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയത്. നമ്മൾ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. സാർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഭയങ്കര മാനിപ്പുലേഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അത് പൊളിറ്റിക്കലി ആണോ അല്ലാതെയാണോ നമുക്ക് തിരിയുന്നില്ല. എന്നാലും ഒരു പക്ക മാനിപ്പുലേഷനാണ് ഈ ഒരു കാര്യങ്ങളിൽ നടക്കുന്നതെന്ന് തോന്നുന്നു. വേറെ എനിക്കൊരു ചോദ്യം മനസ്സിൽ വന്നത്, അത് കറക്റ്റാണ്, അമ്മ പറഞ്ഞ കറക്റ്റാണ്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഉപയോഗിക്കേണ്ടത്. അതായത് എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്, ഈ പറഞ്ഞ പോലെ 40 വർഷം മുമ്പ് കൊടുത്ത എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം റിപ്പോർട്ടുണ്ട്. ഈ എക്സാമിനേഷൻ നടത്തിയ റിപ്പോർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സാമിനേഷൻ നടത്തി എംബോർഡ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൻ്റെ കാര്യം പറയും. അതിൽ മാനിപ്പുലേഷൻസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർഫിയർ ചെയ്ത് സംസാരിക്കണേ. അതിലെ മാനിപ്പുലേഷൻസ് മൊത്തം അത് ഫേക്കാണെന്നും അൺസയൻറ്റിഫിക് ആണെന്നും കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ മാനിപ്പുലേഷൻസ് ഉണ്ടെന്ന്. അതിലൊരു മാനിപ്പുലേഷൻ എന്താണെന്ന് ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്. ഓക്കെ. അതായത് PMF ഫിക്സ് ചെയ്യണം. ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രോബബിൾ മാക്സിമം ഫ്ലഡ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ഡാറ്റ എടുക്കണം. അമേരിക്കയിലാണെങ്കിൽ 10,000 ഇയേഴ്സിലെ ഫ്ലഡിൻ്റെ ഡാറ്റ എടുക്കുന്നത്. UK യിലാണെങ്കിൽ 1000 കൊല്ലം തൊട്ട് 3000 കൊല്ലം വരെയുള്ള ഫ്ലഡിൻ്റെ ഡാറ്റ എടുക്കുന്നത്. നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താ? 100 കൊല്ലത്തെ. അവിടെ തന്നെ പോയി. PMF ഫിക്സേഷൻ ഈസ് റോങ്. ഇനി ആ 100 കൊല്ലത്തെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1924 ഫ്ലഡിൻ്റെ എടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റർ ഫ്ലഡ് ഇവിടെ നടന്നത്. 1943 ഒരു ഫ്ലഡ്, കുറച്ചുകൂടെ മൈനർ ഫ്ലഡാണ്, അതാണ് എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് 6003 ക്യുമെക്സ് എന്നാണ് PMF ഫിക്സ് ചെയ്തത്. ഇനി ഇപ്പോൾ 6003 ആ ഫ്ലഡ് വെച്ച് കണക്കാക്കിയാൽ പോലും 6003 ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, സയൻറ്റിഫിക്കലി പറ്റില്ല. ഓക്കെ, അവർ 6003 എടുത്ത് നമ്മൾ സമ്മതിക്കാം. പക്ഷെ 6003 ക്യുമെക്സ് ഫിക്സ് ചെയ്താൽ 157.5 അടി ഹൈറ്റ് ഡാമിന് വേണം. പറ്റുമോ? മുല്ലപ്പെരിയാർ ഡാമിൽ പറ്റുമോ? അത് ഇല്ല. പിന്നെ എങ്ങനെ ചെയ്ത്? ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മാക്സിമം MRL മാക്സിമം റിസർവോയർ ലെവലിൽ നിന്ന് 2 മീറ്ററെങ്കിലും ഫ്രീ ബോർഡ് വേണമെന്നുണ്ട്. അപ്പോൾ ഈ ക്യുമെക്സ് 6003 ക്യുമെക്സ് ഫിക്സ് ചെയ്യുമ്പോൾ അത് പറ്റണില്ല. അതിന് അവർ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ബോർഡ് എന്ന് പറയണ ആ സംഭവം അങ്ങോട്ട് മാറ്റി പാരപ്പറ്റ് വാള പണിയാൻ പണിതു. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സയൻസ് മാറ്റുക, നിലവിലുള്ള എക്സിസ്റ്റിംഗ് സയൻസിനെ പുച്ഛിക്കുക, എന്നിട്ട് തോന്നിവാസം ചെയ്യുക, എന്നിട്ട് പാരപ്പറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 6003 ക്യുമെക്സ് തന്നെ എടുത്താൽ തന്നെ വാട്ടർ ലെവൽ മാറും, മാക്സിമം റിസർവോയർ ലെവൽ മാറും, മാക്സിമം വാട്ടർ ലെവൽ മാറും. ഈ 142 ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അത്രയും വെള്ളം ഉയർത്താൻ പറ്റൂല ഈ ക്യുമെക്സിൽ. ഈ PMFൽ അത് പറ്റത്തില്ല. ഇതിലും കൂടുതലാക്കണം എന്നല്ലേ തമിഴ്നാട് പറഞ്ഞു? അതെ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സയൻസ് വേണ്ടേ? ഇത് ഡാം എന്ന് പറയുന്നത് ലോയല്ല. ഡാം എന്ന് പറയുന്നത് ലോയാണോ? ഡാം എന്ന് പറയുന്നത് പെർഫെക്റ്റ് സയൻസാണ്. സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ഉണ്ട്, സയൻറ്റിഫിക് തീസിസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. ഈ PMF ഫിക്സേഷനും അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഒരുപാടുണ്ട്.
എന്ത് മാനിപ്പുലേഷൻസ് ആണ്, എങ്ങനെയാണ് ഇത് ഫേക്കായ റിപ്പോർട്ടാണ്, എന്ത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമ്പർ കൊടുത്ത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ട്. അപ്പോൾ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്, നമ്മുടെ ഒരു ജഡ്ജും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അന്ന് അറിയാവോ, പേരറിയോ? ഇല്ല, എനിക്ക് ജസ്റ്റിസ് കെ ടി തോമസും ഉണ്ട്. ജസ്റ്റിസ് കെ ടി തോമസും ഉണ്ട് ഈ പാനലിൽ. മരിച്ചുപോയ നമ്മുടെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നൈബറായിരുന്ന മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന AS ആനന്ദ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പാനലിൽ. AR ലക്ഷ്മണ എൻ്റെ ഒരു സുഹൃത്താണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ജഡ്ജാണ്, കേരള ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണ് AR ലക്ഷ്മണ. ഈ 3 ജഡ്ജസും ഈ പാനലിലുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിരിക്കാം. കാരണം ഈ 2 CWC മെമ്പേഴ്സും ഒരാൾ മിസ്റ്റർ തട്ടെ, അദ്ദേഹം CWCയുടെ ചെയർമാനായിരുന്നു. മറ്റേ ആൾ മിസ്റ്റർ മേത്ത, അദ്ദേഹം ഈ CWCയിലെ ഒരു മെമ്പറായിരുന്നു. ഇവർ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, ഡീകമ്മീഷൻ ചെയ്തിട്ടുമില്ല. ഇവർ ഈ പൊസിഷനിൽ ഇരുന്ന ആൾക്കാർ മാത്രമാണ്. അവർ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ടാണ് എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടാക്കി സുപ്രീം കോടതിയിൽ കൊടുത്തതെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ വായിച്ചു നോക്കുമ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി നടത്തി കഴിയുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയണത്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫേക്ക്, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി മാനിപ്പുലേറ്റഡ്, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അൺസയൻറ്റിഫിക്. അത് ഞാൻ സുപ്രീം കോടതിയിൽ എണ്ണം രേഖപ്പെടുത്തി ഇത്ര മാനിപ്പുലേഷൻസ് ഉണ്ട്. ഒരു തരത്തിൽ 3 ജഡ്ജസ്, ഞാനും ഒരു ലോയറാണ്, അവരും ജഡ്ജസും ലോയേഴ്സ് തന്നെയാണ്. അപ്പോൾ 3 ജഡ്ജസ് ഹെഡ് ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് പറയാനായിട്ട് മാനസികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 3 ജഡ്ജസിനെയും ഇവർ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ജഡ്ജസിന് സയൻറ്റിഫിക് നോളജൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ അതിലെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഇവരെ മിസ്ഗൈഡ് ചെയ്തിട്ടാണ് 40 വർഷം മുമ്പ് കൊടുത്ത എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാനതൊരു തെളിവ് സഹിതം സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം വേറൊന്ന്, സാറ് ഇതെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നുന്നത് വെച്ചാൽ, നമ്മൾ ഈ കേസുകൾ, മുല്ലപ്പെരിയാറിനെ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കേൾക്കുമ്പോൾ സാറ് അങ്ങനെ കുറച്ച് പേരൊരു പെറ്റീഷൻ വെച്ചേക്കുന്നതിനെ പറ്റിയാണ് കേൾക്കുന്നത്, നമ്മൾ അധികവും കേൾക്കുന്നത്. കേരള ഗവൺമെൻറ് ഇതറിയാനുള്ളൊരു ഇതുകൊണ്ടാണ്, കേരള ഗവൺമെൻറ് എന്താണ് ഒരു ലീഗൽ സൈഡിൽ നിന്ന് ചെയ്യുന്നത്? അതിനുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹം നോ കമൻസ് എന്നാണ്. എന്ത് പറയാനാണ്? അത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാണ്ട് എനിക്ക് ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവും എനിക്കില്ല. നമ്മളെ കൂടെ നിർത്തിയിട്ട്, ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെയും മന്ത്രിമാരെയും സർക്കാരിനെയൊക്കെ കൂടെ നിർത്തിയിട്ട് ജനങ്ങളുടെ ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരാൾ പോലും മുല്ലപ്പെരിയാർ ഡാം തകർന്ന് മരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുവാന്ന് വിചാരിച്ചു, ഇപ്പം ഈ നിമിഷം നമ്മൾ ഈ ആലുവപ്പുഴയുടെ തീരത്തിരിക്കുമ്പോൾ ഒരു വാർത്ത വരുവാണ്, മുല്ലപ്പെരിയാർ ഡാം തകർന്നു. എത്ര പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴും? ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മരിക്കുമെന്നുള്ള പേടിയല്ല, അവരുടെ കുഞ്ഞു മക്കൾ അവരുടെ മുമ്പിൽ കിടന്ന് പെടയുമെന്നുള്ള പേടി കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ആ ലെവലിലുള്ളൊരു ചിന്ത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. എന്ന് വരികിൽ എന്ത് ചെയ്യാനാണ്? ഇതാരും പറയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതും ഒരു കാര്യമാണ്. ഞാൻ ഒരു വക്കീൽ പണി എടുത്ത് കുടുംബം നോക്കി ജീവിക്കണമെന്ന് വിചാരിച്ച് നടന്ന ആളാണ്. അതിനേക്കാളും കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ആകെപ്പാടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായത് ഇങ്ങനെ ട്രാവലിംഗ് എനിക്കൊരു ഹോബിയാണ്. പല രാജ്യങ്ങളും സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സമയമൊന്നും കിട്ടാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് പോകും. അത്രയുള്ള ജീവിതത്തിൽ അഭിലാഷങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരാൾ ഈ ഒരു കാര്യത്തിന് മുമ്പിൽ നിൽക്കാനുള്ള കാരണം ഇതാണ്. കാരണം കുഞ്ഞുമക്കൾ പടയുന്നത് കാണാൻ വയ്യ. കാരണം 50ഓളം ഡാമുകൾ ഇന്ത്യയിൽ തകർന്ന് അവിടെ ഈ കുഞ്ഞുമക്കളും യുവാക്കളും ഒക്കെ മരിച്ചതാണ്. നിങ്ങളെ നയിക്കുന്നത് ആരാണ്? കേരളത്തെ അല്ലെങ്കിൽ ഭാരതത്തെയൊക്കെ നയിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നൊന്നുമല്ല. നല്ല സമർത്ഥരായ പൊളിറ്റീഷ്യൻസും സമർത്ഥരായ എൻജിനീയേഴ്സും സമർത്ഥരായ ജനങ്ങൾക്ക് നന്മ പ്രവർത്തിച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഉള്ള നാടാണ് ഭാരതം. അതൊന്നൊക്കെ നിഷേധിച്ചുകൊണ്ട് പറയണതല്ല. പക്ഷേ ഇന്ന് കേരളത്തെ നയിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭാരതത്തെ നയിക്കുന്ന ആളുകളിൽ പലരും ഈ നാടിന് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ല എന്ന് പറയേണ്ടി വരും.
അത് വിമർശനമാണെങ്കിൽ വിമർശനമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങൾ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കരുതുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം അതാ വേണ്ടത്. നമ്മളാരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഒരു രാഷ്ട്രീയ ഇതൊരു ഇന്നവിറ്റബിൾ ഡെസ്റ്റിനി എന്നല്ലാതെ എന്ത് പറയാനാണ്. ഞാൻ ഈ കാര്യം പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം അന്ധവിശ്വാസമാണെന്ന് പറയും. മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ഇത് ഒഴുകിപ്പോയി. മലവെള്ളപ്പാച്ചിലിൽ ഈ എൻ്റയർ കൺസ്ട്രക്ഷൻ ഒഴുകിപ്പോയി. അപ്പം നമ്മുടെ നാടല്ലേ, ഇവിടെ കുറേ ആൾക്കാർ പെരിക്കൊക്കിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഒരു ഗർഭിണിയായ സ്ത്രീയെ കുരുതി കൊടുത്താലാണ് ഡാം ഉറക്കുകയുള്ളൂ. ഇത് പണ്ടേ ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു വിശ്വാസമാണ്. പാലമായാലും എന്തായാലും മനുഷ്യരക്തം വീണാലാണ് ഉറക്കുകയുള്ളൂ എന്നുള്ള പണ്ടേ മുതലുള്ള ഒരു വിശ്വാസമാണ്. എന്നിട്ട് ഇത് കഥയാണ്. ഇതിൽ വാസ്തവം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പാരമ്പര്യമായിട്ട് ഡാമിൻ്റെ തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്ത് തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു കഥയാണ്. അതിൽ പെനിക്കൊക്ക് തൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ കൺസ്ട്രക്ഷൻ കുറച്ചായ സ്ഥലത്ത് കൊണ്ടുവന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നു എന്നുള്ള ഒരു കഥയുണ്ട്. അതിൽ ഈ സ്ത്രീ താഴേക്ക് വീഴുമ്പോൾ ഒരു കുറ്റിയിൽ കണ്ണ് തറച്ചു. അപ്പോൾ എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ് താഴേക്ക് വീഴുന്നു. ആ വീണ സ്ഥലത്ത് നിന്ന് ഡാമിൻ്റെ കുറുകെ ഇപ്പോഴും ഒരു നീർച്ചാലുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകില്ല, അങ്ങോട്ട് കടക്കാൻ അനുവദിക്കില്ല. കാരണം ഈ ഡാം ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ടിൽ പോയി നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഈ ഡാമിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പോകാൻ പറ്റില്ല, ചതുപ്പാണ്. ഒരു ആന ഇറങ്ങി നിന്നാൽ താന്നു പോകും. കാരണം ഈ സുർക്കിയെല്ലാം ഒലിച്ച് വന്ന് വലിയ ചതുപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പെനിക്കൊക്ക് ഇത് കഥയായിട്ട് എടുത്താൽ മതി. ഇതിൽ സത്യമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് തലമുറകളായിട്ട് ഈ ഡാമുമായി ബന്ധപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ മുങ്ങിപ്പോയി. അപ്പോൾ അതിലൊരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. ദേവീക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹത്തോട് പല പ്രാവശ്യം പറഞ്ഞാണ് വിഗ്രഹം എടുത്തുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോകണം, ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുമെന്ന് പറയാണ്. അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു. അങ്ങനെ ദേവീ വിഗ്രഹം ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നുള്ളൊരു നില വന്നു. അപ്പോൾ ഈ വിഗ്രഹം ഇളക്കിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ആ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്ത് നീയും നിന്റെ സന്തതി പരമ്പരകളും ജലസമാധി അടയും എന്ന് ശപിച്ചു എന്നാണ് കഥ. നീയും എന്ന് പറയുന്ന ആരാണ്? മഹാരാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ്. തിരുവിതാംകൂർ മഹാരാജാവും നിന്റെ അനന്തര തലമുറകളും പ്രജകളും ജനങ്ങളും ജലസമാധി അടയുമെന്ന് പറഞ്ഞ് ശപിച്ചിരിക്കുന്നു എന്നുള്ളൊരു കഥയുണ്ട്. അപ്പോൾ കഥയൊക്കെ കാര്യമാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, കഥകൾ ശരിയാണ്. കഥകൾ കേൾക്കുമ്പോൾ ഏതൊരു ആൾക്കാണെങ്കിലും ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പാർട്ട് ഫ്രം ഹിസ്റ്ററി എല്ലാം ഇതിൻ്റെ ഡെപ്ത് അറിയാൻ വേണ്ടി നമ്മൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്നുള്ളതിൻ്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ട് ഈ അടുത്തായിട്ട് വളരെ ഒരു എന്താ പറയുക എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൊച്ചിയിൽ നഗരത്തിൽ നിന്ന് കാണാൻ സാധിച്ചു എല്ലാവർക്കും. കൊച്ചിയിൽ വൈപ്പിൻ പാലത്തിൻ്റെ എവിടെയാണെങ്കിലും പാലങ്ങളുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ മലനിരകളാൽ ചുറ്റപ്പെട്ട കൊച്ചി എന്ന് പറഞ്ഞിട്ട് സാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം. ആളുകൾ അത് കണ്ട് ആസ്വദിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനമുടി എനിക്കറിയില്ല മീൻസ് മലകൾ കാണുന്നതായിട്ടുള്ളൊരു വിഷ്വൽസ് ഉണ്ട്. അതിൻ്റെ താഴെ കുറേ പേര് എന്ത് ഭംഗിയാണ് കാണാൻ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കമൻ്റാണ്, അപ്പം മുല്ലപ്പെരിയാർ ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലേ. എല്ലാവരുടെയും ഒരു ചോദ്യം അതാണ്. ഞാൻ അതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, നമുക്ക് അങ്ങനെ ഒരു ക്ലിയർ വിഷ്വൽ വന്നതുകൊണ്ട് എത്രത്തോളം ഭയക്കണം. കൊച്ചി എന്നൊരു നഗരം മാത്രമല്ല ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് അതെപ്പോഴും ഉള്ളിലുണ്ട്. ഒരു നല്ലൊരു സീനിക് വ്യൂ വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൽ അടുത്ത ചോദ്യം മുല്ലപ്പെരിയാർ ദൂരെ അല്ല അല്ലേ. അമ്മ ഡിസ്ക്രൈബ് ചെയ്ത ആ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളം എന്ന് പറയണത് നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, 38,863 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ളൂ. അത്രയേ ഉള്ളൂ കേരളം മൊത്തത്തിൽ. തമിഴ്നാടിൻ്റെ ഒരു 2 ജില്ല എടുത്തു വെച്ചാൽ കേരളമായി. പണ്ടത്തെ സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ്
അതായത് ഇപ്പോൾ അത് രണ്ടാക്കി, ഉടുപ്പി ഡിസ്ട്രിക്റ്റും ആക്കി, മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റും ആക്കി. ഓക്കെ. ഈ ഉടുപ്പിയും മാംഗ്ലൂരും കൂടി ചേർന്ന സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ് പണ്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ കേരളം. അപ്പോൾ ഒരു ചെറിയ സ്ഥലമാണ്. ഈ ചെറിയ സ്ഥലത്ത് എന്തൊക്കെയുണ്ട്? സം പ്ലേസസ് ആർ ബിലോ സീ ലെവൽ. ഇപ്പോൾ ആലപ്പി എന്ന് പറയുന്നത് എൻ്റെ ഡിസ്ട്രിക്റ്റ് ഈസ് ബിലോ സീ ലെവൽ. അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻ ഉണ്ട്, 2000-3000 അടി മേലെ ഹിൽ സ്റ്റേഷൻ ഉണ്ട്, മൂന്നാറൊക്കെ. സീഷോറിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ചെറിയ കേരളത്തിൽ ഇതെല്ലാം ഉണ്ട്. സീനിക് ബ്യൂട്ടി ഉണ്ട്. ഞാൻ യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെയൊക്കെ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ്. എന്നിട്ടാണ് നമ്മൾ ദാരിദ്ര്യത്തിൽ കിടക്കണ ഈ നാട് ജീവിക്കാൻ കൊള്ളില്ലാത്തായിരിക്കണേ, എന്നിട്ട് ഒന്നുമില്ലാത്ത യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. നമുക്കിവിടെ ഇപ്പോൾ കാണുന്ന വെളിച്ചമില്ലേ, ഈ വെളിച്ചത്തിൽ നിന്ന് ജർമ്മനിയിൽ ഫോട്ടോ വോൾട്ടൈക്, ആ ഒരു ടെക്നോളജിയുടെ പേരാണ്, ആ ഒരു ഇത് അനുസരിച്ച് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്രയും വെളിച്ചത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിച്ച് അവർ വിൽക്കുന്നു. എന്നിട്ടാണ് നമ്മൾ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചാണ് ഇവിടെ. അതിൽ പകുതിയോളം ഇറിഗേഷൻ ഡാംസ് ആണ്, പോട്ടെ, ഡാംസ് ഉണ്ടാക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാക്കി വെച്ച് നാട് നശിപ്പിച്ചിരിക്കുന്നു. എത്ര ജീവികളാണ് ഇപ്പം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് മുല്ലപ്പെരിയാർ വെള്ളത്തിലാക്കിയത്. അത്രയും തന്നെ സ്ഥലം ഇടുക്കി ഡാം വെള്ളത്തിൻ്റെ അടിയിലാക്കിയിട്ടുണ്ട്. എത്രയോ ജീവിവർഗ്ഗങ്ങൾ നാമാവശേഷമായി. എത്ര വലിയ എൻവയറമെൻ്റൽ ഡിസാസ്റ്ററാണ് അവിടെ നടന്നത്. അങ്ങനെ 84 ഡാംസ് എടുക്കി നാട് നശിപ്പിച്ചില്ലേ ഈ രാഷ്ട്രീയക്കാർ? ആലോചിച്ച് നോക്കി. രാജാക്കന്മാർ ആരെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെട്ട കാര്യമാണോ ഇത്? രാജഭരണം ഉണ്ടായപ്പോൾ ചെയ്യാൻ ധൈര്യപ്പെട്ടതാണോ? അല്ല. ബ്രിട്ടീഷുകാർ പോലും ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നല്ലാതെ വേറെ ഡാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. കാരണം ഡാം ഇറ്റ് സെൽഫ് ഈസ് എ ഡിസാസ്റ്റർ. ഇപ്പം US ഒക്കെ ഇനി ഡാം പണിയുന്നില്ല. ഉള്ള ഡാംസൊക്കെ ഗ്രാജുവലി ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാം ഒരു വലിയ ഡിസാസ്റ്ററാണ്. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് ഈ നാട്ടിലെ ജനത്തിനെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന ഒരു ബോർഡാണ്. എന്തുമാത്രം ഒരു പാവപ്പെട്ടവൻ്റെ തലയിലേക്ക് ചുമത്തുന്ന ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണ്? നമുക്ക് സൗരോർജ്ജം മാത്രം മതി. നമുക്ക് ഇപ്പം ഒരു ഡാം ഉണ്ടാക്കണതിന് 2000-3000 കോടി രൂപ. ആ കാശെടുത്ത് ജനങ്ങൾ സോളാർ പ്ലാന്റ് വെക്കാനായിട്ട് കൊടുക്കട്ടെ. ഈ നാട്ടിൽ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചേക്കണതിൻ്റെ പകുതി പൈസ വേണ്ട ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും ഫ്രീ ആയിട്ട് സോളാർ പാനൽസ് വെച്ച് കൊടുക്കാനായിട്ട്. പക്ഷെ സോളാർ പാനൽസ് വെച്ചാൽ ഒന്നും തടയൂല. മനസ്സിലായോ? വലിയ ഡാംസ് എല്ലാം പണിയുമ്പോൾ കാര്യമായിട്ട് തടയും. എനിക്കിതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട്. കരിമണൽ ഇത് വാരി വിറ്റ് പ്രൊസീഡ്സ് പൊതുഖജനാവിൽ മുതൽ കൂട്ടി എന്താ കുഴപ്പം? ചെയ്യില്ല. കരിമണൽ മാത്രം മതി. ഈ നാട്ടിലെ യുവാക്കളൊന്നും ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ പോകത്തില്ല. പിന്നെ കോറി, ഭൂമിയുടെ അടിഭാഗം വരെ കുഴിച്ച് 1 ഏക്കർ സ്ഥലം ഉള്ളവൻ്റെ പരിപാടിയാണ്. 1-2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവൻ ഭൂമിയുടെ അടിത്തട്ട് വരെ കുഴിച്ച് കല്ല് പൊട്ടിച്ച് അവൻ വലിയ സമ്പന്നനാകുന്നു. അതിൻ്റെ പകുതി വേറെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കഥയൊക്കെ എനിക്കറിയാം. അത് പോട്ട്. ഇത് പൊതുഖജനാവിലേക്ക് മുതൽ കൂട്ടി എന്താ കുഴപ്പം? ഈ കല്ല് ജനങ്ങളുടെ സമ്പത്താണെന്നും അത് വിറ്റ് കിട്ടുന്ന പണം പൊതുഖജനാവിൽ വരണമെന്ന് വിചാരിച്ചാൽ ഈ കേരളം സ്വർഗാവില്ലേ? കേരളം കാണാൻ വേണ്ടി ആളുകൾ വരൂല. ഇവിടെ എന്താണ് കരിയും പുകയും വരുന്ന ഫാക്ടറികൾ എന്തിനാണ്? ഇവിടെ ടൂറിസം മതി, IT മേഖലയും മതി. 2 മേഖലകൾ ഇത്. ഒന്ന് ടൂറിസം, ഒന്ന് IT മേഖലയും മതി. കാരണം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? കേരളം മൊത്തത്തിലൊരു IT ഹബ്ബാക്കി മാറ്റാൻ കഴിയും എന്ന് വിചാരിച്ചപ്പോൾ നിലവിലുള്ള ഫാക്ടറികളിലൊന്നും പൂട്ടണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. കാരണം അതൊക്കെ അവർ ജീവിത മാർഗ്ഗമാണ്, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേതായാലും അവർ തുടങ്ങിപ്പോയി. ഇനി പെർമിറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഇനി കരിയും പുകയൊന്നും കൂടെ വേണ്ട, പെർമിറ്റ് ചെയ്യാതിരുന്നാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് കൊച്ചിയിലെ ആൾക്കാർക്ക് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായി കിടക്കുന്നു, അതിൻ്റെ ഭീതി അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം മുന്നേ ആയിരുന്നു. ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ സമയത്തും താഴെ കമൻ്റ് ഉണ്ട്, നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്. ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള വാക്ക് സീസണൽ ഭയം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ ഈ സീസണലായിട്ട് ഈ ഒരു കമൻറ്റ് ഇപ്പം വന്നിട്ട് ചിലപ്പോൾ നാളെ ആൾക്കാരത് മറന്നു പോകും. പക്ഷെ എന്താണ് ഇന്നത്തെ യൂത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് സാർ ഒന്ന് പറയോ?
ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിത് നരച്ച ആൾക്കാരോട് പറയണ കാര്യമല്ല, ഞാൻ പറയണ ഇവിടുത്തെ കുട്ടികളോട്, യുവാക്കളോട് പറയുന്ന കാര്യമാണ്. കാരണം അവരുടെയാണ് നാളത്തെ കേരളം, അവരായിരിക്കണം നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഉണ്ട്, change.org എന്ന് പറയും. അതിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു പെറ്റീഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫോമർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്, ഒരു കമൻറ്റും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ പെറ്റീഷനിൽ യൂറോപ്പിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വൈറ്റ്സും ബ്ലാക്സും ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേരളത്തിലെ യുവാക്കളോട് പറയാനുള്ളത്, കുട്ടികളോടും പറയാനുള്ളത്, സ്കൂൾ കുട്ടികളോടും പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ. നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യുക. ഈ പെറ്റീഷൻ്റെ QR കോഡ് കാണിക്കില്ലേ? കാണിക്കാം, തീർച്ചയായിട്ടും കാണിക്കാം. ലിങ്ക് കാണിക്കില്ലേ? കാണിക്കാം. അപ്പോൾ ലിങ്കും QR കോഡും ജിഞ്ചർ മീഡിയ ഉറപ്പായിട്ടും ഈ വീഡിയോടൊപ്പം കാണിക്കും. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരും അതിൽ ഒപ്പിടുക. ഇപ്പോൾ 20 ലക്ഷത്തോളം പേര് ഒപ്പിട്ടിട്ടുണ്ട്. 4 അതായത് 2 മില്യൺ ഒപ്പിട്ടിട്ടുണ്ട്. ഇവിടെ 45 മില്യൺ ജനങ്ങളുണ്ട്. അപ്പോൾ ഒരു പകുതി ആൾക്കാർ വേണ്ട, ഒരു 5 മില്യണെങ്കിലും ഒപ്പിട്ടാൽ അതൊരു സോളിഡ് പെറ്റീഷനായി ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും, ലോകരാഷ്ട്ര നേതാക്കൾ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ് ഈ പെറ്റീഷൻ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോക നേതാക്കൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിക്കപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേര് ഇതിൻ്റെ ഈ പെറ്റീഷനിൽ ഒപ്പിടുക. അതിൽ ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഏത് സോഷ്യൽ മീഡിയയിലേക്കും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. പിന്നെ ഈ change.org ചിലപ്പോൾ ഡൊണേഷൻ ചോദിക്കും. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട്, അത് എനിക്കത് വിചാരിച്ചിട്ടുണ്ട്, ഡൊണേഷൻസ് ഇട്ടിട്ടുണ്ട്. കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല, അത് അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും. പക്ഷേ എനിക്കാണ് കിട്ടണമെന്ന് വിചാരിച്ച് ആരും ഡൊണേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമൈസ് ചെയ്യുക, കൂടുതൽ പേരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ്. അത് നിങ്ങളുടെ ഒരു ചിലവുമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി ആയിട്ട് കരുതി അത് ചെയ്യണം. ഈ മിഷനിൽ എന്നെ ഒറ്റക്കാക്കരുത്, എനിക്കത് പറയാനുള്ളൂ. എന്നെ തനിച്ച് വിടരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വളരെയധികം വിലമതിക്കുന്നു. ഒരാളുടെ സപ്പോർട്ട് പോലും ഞാൻ കരുതുന്നത് കേരളത്തിലെ 4.5 കോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടായിട്ടാണ്. അപ്പോൾ ഒരു സിംഗിൾ ആളുടെ സപ്പോർട്ട് ഞാൻ 4.5 കോടി ജനങ്ങളോട് ചേർത്ത് വെച്ചാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് സമയം, പണം വേണ്ട, നിങ്ങളുടെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Thank you, sir. Thank you so much for your time. You're welcome. Inji, my meal partner.